ബഹുമാനമുള്ള ഉസ്താദുമാരെ, നമുക്കുള്ള ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. സമയം ഒരുപാട് മണിക്കൂറുകളായി നമ്മൾ ഇരിക്കുന്നു. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട സംശയ നിവാരണത്തിനുള്ള അവസരമാണ്. അതിന് നിബന്ധന ഓർമ്മപ്പെടുത്തുന്നു. 2 വിഷയാവതരണം ഇവിടെ കഴിഞ്ഞു. നമുക്ക് ഉള്ള സംശയങ്ങൾ, ഈ പറയപ്പെട്ട 2 വിഷയങ്ങളിൽ നമുക്കുള്ള സംശയങ്ങൾ ഉള്ള ആളുകൾ അവിടെ എഴുന്നേറ്റ് നിൽക്കുക. ബഹുമാനപ്പെട്ട സലീം എമാനി ഈ മൈക്ക് നിങ്ങളെ കയ്യിൽ കൊണ്ടുവരും. മൈക്ക് മൂപ്പര കയ്യിൽ നിങ്ങൾക്ക് തൊള്ളന്റെ അടുത്ത് വെച്ചു, മൈക്ക് നിങ്ങളെ കയ്യിൽ തരിക. അപ്പൊ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ബഹുമാനപ്പെട്ട ഇസ്തിഖാമയുടെ ഉസ്താദുമാർ, നമ്മളും ഉസ്താദുമാരാണ്, മറുപടി പറയുന്നവർ ഉസ്താദുമാരാണ്. ആ ബഹുമാനത്തോടു കൂടെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക. അവര് മറുപടി പറയും. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിക്കുക. സംശയം ദൂരീകരിക്കണം. ഇതിപ്പോ ലൈവായി ആയിരക്കണക്കിനായ ആളുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി കൂടിയാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന്റെ ശേഷം ഈ മാസം അവസാനത്തിൽ, മാർച്ച് മാസം അവസാനത്തിൽ കീശേരി കോട്ട ടവറിൽ വെച്ച്, അതിന്റെ ഡേറ്റ് ഉസ്താദ്മാരൊക്കെ ത്വരീഖത്തുകാർക്കൊക്കെ നേരിട്ട് നമ്മൾ കത്ത് കൊടുത്ത് ക്ഷണിച്ച് അവരെയും പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇപ്പം മാർച്ച് മാസം ആയതുകൊണ്ട് പബ്ലിക് പരിപാടിക്ക് നമുക്ക് പെർമിഷൻ കിട്ടൂല. അതുകൊണ്ട് കോട്ട ടവറിൽ പരിപാടി വെച്ചാൽ തന്നെ പബ്ലിക് പോലെയാണെങ്കിലും അത് ഇൻഡോർ പരിപാടിയാക്കി വെച്ച് നമ്മൾ ഒരു തുറന്ന മുഖാമുഖ പരിപാടി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് സമസ്തയുടെ കോർഡിനേഷൻ കമ്മിറ്റിയും ഒക്കെ കൂടിയിട്ടാണ് വെക്കുന്നത്. റേഞ്ചല്ല അതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഡേറ്റ് അറിഞ്ഞാൽ ഇത്തരം സംശയമുള്ള ആളുകളെയൊക്കെ നമ്മളെ ക്ഷണിച്ച് അവരെ ആ പരിപാടിയിലേക്ക് എത്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ, അടുത്ത മാസം, ഏകദേശം ഒരു ഡേറ്റ് നേതാക്കന്മാരെ കണ്ടിട്ട് ഉറപ്പിക്കുള്ളൂ. ഏകദേശം ഒരു പകുതി സമയമായാൽ, ഏപ്രിൽ പകുതിയായാൽ കീശേരി അങ്ങാടിയിൽ വലിയ ഒരു സമ്മേളനം നമ്മൾ നടത്തുന്നുണ്ട്. സമസ്തയുടെ മുതിർന്ന ആലിമീങ്ങളെയും ഇസ്തിഖാമയുടെ പണ്ഡിതന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ഒരു സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സംശയം ഉള്ള ആളുകൾ എഴുന്നേറ്റ് നിൽക്കുക. മൈക്ക് നിങ്ങൾ ഇത് കൊണ്ടുവരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യം അവതരിപ്പിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ഈ വിദേഹത്തിന്റെ കക്ഷികളിൽപ്പെട്ട, ആദ്യം പറഞ്ഞതാരാണ്, നമ്മളെ തബ്ലീഗ് ജമാഅത്തുകാരുടെ അവരുടെ ആദർശം, അതല്ലെങ്കിൽ അവരുടെ അഖീദ എന്താണ്, അതോടുകൂടെ അത്തഹിയാത്തിന്റെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന ആ സമയത്ത്, ആ ഖിതാബിന്റെ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് കൊണ്ട് നമ്മൾ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കേൾക്കും. അപ്പൊ കൺഫ്യൂഷൻ ആവും. എൻ്റെ ഒരു കാര്യം, നമ്മൾ ഈ ചോദ്യോത്തര പരിപാടി കഴിഞ്ഞാൽ നിസ്കാരം ജമാഅത്തായിട്ട് തന്നെ പള്ളിയിൽ നടക്കണം. അതുകൊണ്ട്
ഭക്ഷണത്തിന് ശേഷം എല്ലാവരും പള്ളിയിലെത്തി ജമാഅത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖിതാബ് ചെയ്യുന്ന അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന സ്ഥാനത്ത് സ്വന്തം വീട്ടിലുള്ള ഒരു ഹിമാറിനെ ഓർത്താലും നബിയെ ഓർക്കുകയോ നബിയെ മനസ്സിൽ തസവ്വുർ ചെയ്യുകയോ പാടില്ല എന്നുള്ളത് അവരുടെ ആധികാരികമായി വല്ല ഗ്രന്ഥെങ്കിലും ഉണ്ടോ? സഹോദരന്മാരെ, സാധാരണ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവർ വളരെ ഒരു വെല്ലുവിളി സ്വഭാവത്തിൽ നമ്മളോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങളുടെ ഏതെങ്കിലും പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കൽ തന്റെ വീട്ടിലുള്ള കാളയെ അതല്ലെങ്കിൽ കഴുതയെ ഓർക്കുന്നത് പോലെയാണ് എന്ന് ഞങ്ങൾ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യം? തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖുതുബുൽ ആലം, ആത്മീയ നേതാവ് എന്നൊക്കെ പരിചയപ്പെടുത്തുന്ന അംഗീകരിക്കുന്ന റഷീദ് അഹമ്മദ് ഗംഗോഹിയും അതുപോലെ തന്നെ അവർ വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഇസ്മായിൽ ഷഹീദും ഇവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള വിവരണങ്ങൾ നമുക്ക് കാണാം. ഉദാഹരണം, ഇസ്മായിൽ ഷഹീദിന്റെ പുസ്തകമാണ് സിറാത്തുൽ മുസ്തഖീം എന്ന പേരിലുള്ള ഈ പുസ്തകം. ഈ പുസ്തകത്തിന്റെ 167-ാമത്തെ പേജിലാണ് ഈ സംഗതി പറയുന്നത്. ഇവിടെ ഒരു കാര്യം, ഈ പുസ്തകത്തിൽ പറയുന്നത് നിസ്കാരത്തിൽ അത്തഹിയ്യാത്ത് ഓതുന്ന സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർക്കൽ ചത്ത കഴുതയെ അതല്ലെങ്കിൽ കാളയെ ഓർക്കുന്നത് പോലെയാകുന്നു എന്ന പരാമർശം ഈ പുസ്തകത്തിലില്ല. ഈ വിഷയം വളരെ കൃത്യമായി വേർതിരിച്ചുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ അത്തഹിയ്യാത്ത് ഓതുന്ന സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കൽ ചത്ത കഴുതയെ ഓർക്കുന്നത് പോലെയാകുന്നു എന്ന് ഈ പുസ്തകത്തിലില്ല. പിന്നെ എന്താണ് ഈ പുസ്തകത്തിന്റെ 167-ാമത്തെ പേജിലുള്ളത്? നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു വലിയനെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ പോലും ഓർക്കൽ തന്റെ കഴുതയെ കാളയെ ഓർക്കുന്നത് പോലെയാകുന്നു എന്നാണ് ഈ പുസ്തകത്തിലുള്ളത്. സാധാരണ തബ്ലീഗുകാരനോട് ചോദിക്കൽ ഇങ്ങനെ, നിസ്കാരത്തിൽ അത്തഹിയ്യാത്ത് ഓതുന്ന സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കൽ അത് കാളയെ ഓർക്കുന്നത് പോലെയാകുന്നു എന്ന് ഞങ്ങളുടെ പുസ്തകത്തിലുണ്ടോ എന്നാ ചോദിക്കല്. അവരുടെ പുസ്തകത്തിൽ എന്താണുള്ളത്? അത്തഹിയ്യാത്തിൽ എന്നില്ല, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ എന്നുമില്ല. പിന്നെ നിസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണെങ്കിൽ പോലും, ശൈഖുമാരെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണെങ്കിൽ പോലും ഓർക്കുന്നത് അത് കാളയെ ഓർക്കുന്നത് പോലെയാണ്, തന്റെ കഴുതയെ ഓർക്കുന്നത് പോലെയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ രൂപത്തിൽ നിസ്കാരത്തിൽ ഹാജരാക്കുന്നത് അത് ശിർക്കിന്റെ ഭാഗമാകുന്നു എന്നാണ് ഇസ്മായിൽ ഷഹീദിന്റെ സിറാത്തെ മുസ്തഖീമിലെ 167-ാമത്തെ പേജിലുള്ളത്. ഈ സിറാത്തെ മുസ്തഖീം പുതിയ പതിപ്പാണ്. പഴയ സിറാത്തെ മുസ്തഖീം 118-ാമത്തെ പേജിലാണ്. ഇത് 167-ാമത്തെ പേജിലാണുള്ളത്. അപ്പോൾ സിറാത്തെ മുസ്തഖീമിലുള്ള വിഷയം ഇങ്ങനെയാണ്. അത്തഹിയ്യാത്തിൽ എന്നോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ എന്നോ ഇല്ല. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർക്കൽ, ശൈഖുമാരെ ഓർക്കൽ, അത് നബി തങ്ങളെ ആണെങ്കിൽ പോലും ഓർക്കൽ കഴുതയെ ഓർക്കുന്നത് പോലെയാണ്, കാളയെ ഓർക്കുന്നത് പോലെയാണ്. നബി തങ്ങളെ ഈ രൂപത്തിൽ മനസ്സിൽ കൊണ്ടുവരുന്നത് അത് ശിർക്കിന്റെ ഭാഗമാകുന്നു എന്നാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളുണ്ട്, ധാരാളമുണ്ട്. സമയം ഒരുപാട്, അതുകൊണ്ടാണ് ഉദ്ധരണികൾ വായിക്കാത്തത്. റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ നേരത്തെ വായിച്ച ഫത്താവ റഷീദിയാണിത്.
ഫത്താവ റഷീദിയയുടെ ഫത്താവ റഷീദിയയുടെ 64-ാമത്തെ പേജിൽ യാ റസൂലല്ലാഹ് എന്നിങ്ങനെ വിളിക്കൽ പച്ചയായ ശിർക്കാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള അംബിയായിന് ഇൽമുൽ ഗൈബുണ്ട്, അദൃശ്യകാര്യങ്ങൾ അറിയും എന്ന് വിശ്വസിക്കുന്നെങ്കിൽ അത് അള്ളാഹുവിന്റെ സിഫത്തിൽ പങ്കുചേർക്കലാകുന്നു എന്ന് ഈ പുസ്തകത്തിന്റെ ധാരാളം ഭാഗങ്ങളിലുണ്ട്. വഹാബികൾ ഏത് രൂപത്തിലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെ ചോദ്യം ചെയ്യുന്നത്, ആ രൂപത്തിലൊക്കെ ഫത്താവ റഷീദിയും അതുപോലെയുള്ള ഗ്രന്ഥങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെ നിരൂപിച്ചിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്. കോഡ്ലെസ് മൈക്കൊക്കെ ചെറിയ ധാരാളമുള്ളതുകൊണ്ട് സംശയമുള്ള ആളുകൾ ഒരു 2 ബെഞ്ചിന്റെ അടുത്ത് ഉടനെ വന്നിരിക്കാം. 2 ബെഞ്ചിന്റെ ഭാഗത്ത് വന്നിരിക്കാം. രണ്ടാമത് വിഷയാവതരണത്തിലെ രണ്ടാമത്തെ ഭാഗത്തിൽ നൂരിഷ ത്വരീഖത്തിനെ കുറിച്ച് പ്രതിപാദിച്ചു. പൊതുവായി നൂരിഷ ത്വരീഖത്തിന്റെ ഒരു ശുഭമായി മോശത്തരമായി പറയുന്നത് കൂട്ടത്തിൽപ്പെട്ട ഒന്ന്, അവർ പ്രത്യേകം നൂരിഷ തങ്ങളുടെ സൂറത്തുമായി നടക്കുകയും അതിനെ തഅലീമ് ചെയ്ത് പ്രത്യേകം ചില സമയങ്ങളിലൊക്കെ അവരുടെ കെട്ടുകളിൽ നിന്നെടുത്ത് ഒരു ഇബാദത്ത് രൂപത്തിൽ അതിനെ തഅലീമ് ചെയ്യുന്ന ഒരു രംഗമുണ്ട് എന്ന് പറയുന്നത് പൊതുവെ കേൾക്കുന്നുണ്ട്. അത് വല്ല ആധികാരികമായി വല്ല രേഖകളിലുമുണ്ടോ, അതിന് വല്ല തെളിവുമുണ്ടോ? രണ്ടാളും മറുപടി പറയുമ്പോൾ പ്രശ്നമാണ്. മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കേണ്ടി വരും. പിന്നെ മൈക്ക് നൂരിഷ തരീഖത്തില് ഈ ഷെയ്ഖിന്റെ ഫോട്ടോ മുന്നിൽ വെച്ചുകൊണ്ട് ഷെയ്ഖിനെ മുൻനിർത്തുന്നതിന് പകരം ഷെയ്ഖിന്റെ ഫോട്ടോ വെക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി അങ്ങനെ ഉണ്ട് എന്ന് ഉത്തരവാദപ്പെട്ട പല ആളുകളിൽ നിന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ വ്യക്തിപരമായിട്ട് ഞാൻ അതിനെ സംബന്ധിച്ച് എന്റെ പഠനം അങ്ങോട്ട് എത്താത്തത് കൊണ്ടാണ് ഞാൻ ആ വിഷയം പറയാതിരുന്നത്. അങ്ങനെ എല്ലാം ഞാൻ പറയുന്നില്ല. ഞാൻ ആ വിഷയത്തിൽ പഠനം നടത്താത്തതുകൊണ്ട് ഞാൻ പഠിച്ച വിഷയങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഷെയ്ഖിനെ റാബിത്തയാക്കാന്നൊരു പരിപാടിയുണ്ട്. ഷെയ്ഖിനെ റാബിത്തയാക്കുക എന്ന് വെച്ചാൽ ഷെയ്ഖിനെ തസവ്വുർ ചെയ്യാം. ഷെയ്ഖിനെ ഒരു മുരീദ് തസവ്വുർ ചെയ്തുകൊണ്ട് ആ ഷെയ്ഖിൽ ഹഖ് തആലയുടെ ളുഹൂറുകൾ ആ മുരീദ് നേർക്കുനേരെ കാണുന്ന ഒരവസ്ഥനെ സംബന്ധിച്ചാണ് റാബിത്തയെ തസവ്വുറാക്കുക എന്ന് പറയുന്നത്. പക്ഷേ ആ റാബിത്തയെ തസവ്വുറാക്കുന്നതിന് പകരം ഷെയ്ഖിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് തസവ്വുറാക്കുക എന്ന രീതി, ഫോട്ടോ എടുക്കുക എന്നുള്ള രീതി ഒരു തരീഖത്തിലും ഇല്ല. അപ്പൊ അങ്ങനൊന്നും ഉണ്ടോ ഇല്ലേ എന്നുള്ളത്, അങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. സൂറത്ത് ഇപ്പൊ കോഴിക്കോട് ഭാഗത്തുള്ള ഒരു ചങ്ങായി പറഞ്ഞു അത്രേ, അയാളെ മഹല്ലറകൾ നിറച്ച് ഷെയ്ഖിന്റെ ഫോട്ടോ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരാൾ ചോദിച്ചു അത്രേ, എന്തിനാണ് ഈ ഫോട്ടോകള്? അപ്പൊ അയാൾ മറുപടി പറഞ്ഞത്, ഖബർ ചെന്നാ റസൂലുള്ളാഹിന്റെ ഫോട്ടോ അല്ല കാണിച്ചു കൊടുക്കുക, എന്നിട്ട് മൻ ഹാദാ എന്ന് ചോദിക്കൂലേ, നീ ഈ റജുലിനെ അറിയുമോ എന്ന് ചോദിക്കൂല, അവിടെ ഫോട്ടോ അല്ല കാണിച്ചു കൊടുക്കുക. അപ്പൊ ഖബറിൽ വരെ ഫോട്ടോ ഉള്ളത്, എന്നാ പിന്നെ നമ്മളെ മഹദറിൽ എന്താ ഫോട്ടോ കൂടെ? അപ്പൊ ഈ വിവരം എന്നോടൊരാൾ വന്ന് പറഞ്ഞു. അപ്പൊ ഞാനതിന് മറുപടി പറഞ്ഞത് എന്താ വെച്ചാല്, ഖബറിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ ആണ് മഹദറിൽ വെച്ചോട്ടെ. ഖബറിൽ കാണിച്ചു കൊടുക്കുന്ന ആ ഫോട്ടോ ഉണ്ടല്ലോ, ഖർഖുൽ ആദത്തിന്റെ, എന്താണ് ആ ഫോട്ടോ? ആ ഫോട്ടോ എന്താണ്? അത് ഫോട്ടോഗ്രാഫി കൊണ്ടെടുത്ത ഫോട്ടോ ആണോ? ഏതാണ് ആ ഫോട്ടോ? ആ ഫോട്ടോ അയാൾക്ക് കിട്ടുകയാണെങ്കിൽ വെച്ചോട്ടെ. ഇത് ഷെയ്ഖിനെങ്ങനെ നിർത്തിയിട്ട് പോസ്റ്റ് ചെയ്ത് കാണ്ട് നമ്മളെ മൊബൈൽ ഇങ്ങോട്ട് ഒരു ഫോട്ടോ എടുത്ത് കാണ്ട് അതിങ്ങോട്ട് പേപ്പറിലാക്കിയിട്ട് അത് വെക്കണമെന്ന് നീക്ക് അത് തെളിവാക്കാൻ പറ്റും. അപ്പൊ ആ തസവ്വുർ ഷെയ്ഖിന് വേണ്ടി ഷെയ്ഖിന്റെ ഫോട്ടോഗ്രാഫി ഉപയോഗിക്കുക എന്നുള്ള ആധുനിക സങ്കേതം ഉപയോഗിച്ചുകൊണ്ടുള്ള ആ പരിപാടി ഒരു തരീഖത്തിലും അറിയപ്പെടാത്തതാണ്. അത് യഥാർത്ഥത്തിൽ ഫോട്ടോ എടുക്കൽ ഹറാമാണെന്നുള്ളതാണ് മുഴത്തമിഴ്.
ഫോട്ടോ എടുക്കൽ ഹറാമാണ്. പക്ഷെ അതിൽ ഫോട്ടോ ഈ കട്ടില്ലാത്ത ഫോട്ടോകൾ പറ്റുമെന്നുള്ള അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അത് പൊതുജനങ്ങൾക്ക് ജായിസാന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു വറഇന്റെ മേഖലയായ തരീഖത്തിൽ അതൊരിക്കലും തന്നെ ശരിയല്ല. അങ്ങനൊന്നുണ്ടെങ്കിൽ അത് അത് നൂരിഷാ തരീഖത്തിനെ എതിർക്കാനുള്ള ഒരു വഴി കൂടിയാണ്. നമ്മളെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ഉസ്താദുമാർക്ക് ആർക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട തെളിവുകളുള്ളത് ഫോട്ടം വെച്ചുകൊണ്ടുള്ള പരിപാടി എന്നാണ് അൻവരി ഉസ്താദ് പറയുന്നത്. അത് ദാരിമി ഉസ്താദിനേക്കാൾ കൂടുതൽ അനുഭവം ഈ നൂർഷാ തരീഖത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കുണ്ട്. കാരണം എന്റെ നാട്ടില് ഒരു 40% ആളുകൾ നൂർഷാ തരീഖത്തിന്റെ ആളുകളാണ്. എന്റെ സ്വന്തം മഹലില്. എന്റെ മഹലില് അതിന്റെ ഒരു ഖലീഫയുണ്ടായിരുന്നു. ദീർഘകാലം അദ്ദേഹം ഞങ്ങളുടെ മഹലില് ഖത്തീബുമായിരുന്നു. കാരണം അക്കാലത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നൂർഷാ തരീഖത്തിനെ കുറിച്ച് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഞങ്ങളുടെ മഹലിലെ ഖത്തീബാണ്. തീരുമാനമെടുത്തപ്പോ സമസ്തന്റെ തീരുമാനം അങ്ങനെ വന്നെങ്കിലും ഈ ഉസ്താദ് നാട്ടിൽ വലിയ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ആളുകൾക്ക് അദ്ദേഹത്തോട് തരീഖത്തിൽ യോജിപ്പില്ലെങ്കിലും അദ്ദേഹത്തെ പള്ളിയിൽ നിന്ന് ആരും മാറ്റിയില്ല. കാരണം അദ്ദേഹം ജനങ്ങൾക്കൊക്കെ പ്രിയങ്കരനായ, പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ല ഇബാദത്തുള്ള വ്യക്തിയായിരുന്നു. ആ വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅന്റെ ശേഷം തരീഖത്തിന്റെ ദിക്ർ ഹൽഖ ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്താ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങൾ MT ഉസ്താദും അതുപോലെ തന്നെ കോട്ടുമല ഉസ്താദും അതുപോലെയുള്ള ആലിമീങ്ങളൊക്കെ വന്നുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു 5-8 വർഷം മുമ്പ് വലിയൊരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തോടു കൂടിയിട്ടാണ് നൂർഷാ തരീഖത്തിന് മഹലിലുള്ള അംഗീകാരം നഷ്ടപ്പെട്ടത്. അതുവരെ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ കൂട്ടത്തോടുകൂടി ഉസ്താദിന്റെ വീട്ടിൽ പോകും, മഹൽ ഖത്തീബിന്റെ വീട്ടിൽ പോകും ദിക്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഭക്ഷണം ഉണ്ടാവും, ഭക്ഷണം കഴിച്ചിട്ട് ആളുകൾ പിരിയാം. അപ്പോഴുള്ള അനുഭവങ്ങൾ ഞാൻ 1-2 തവണ പോയിട്ടുണ്ട്. തരീഖത്തിന്റെ ആളായിട്ടല്ല, അതെല്ലാവരും അങ്ങനെ പോകും. ഈ വ്യക്തിയോടുള്ള ഒരു അംഗീകാരം, ആ വ്യക്തിക്കുള്ളൊരു സ്വീകാര്യത. അപ്പോ നല്ല മനോഹരമായ നല്ല ഉയരമുള്ള നല്ല ഫോട്ടോ, ആ ഫോട്ടോയുടെ മുന്നിൽ നല്ല മുല്ലപ്പൂവിന്റെയും അതുപോലെ തന്നെ തെച്ചിപ്പൂവിന്റെ ഒക്കെ നല്ല മാല ഇട്ടുകൊടുത്ത്, ഈ കോൺഗ്രസ്സുകാരുണ്ടല്ലോ മറ്റേ രാജീവ് ഗാന്ധിന്റെ രാജീവ് ഗാന്ധി മരിച്ച ദിവസത്തിലോ അല്ലെങ്കിൽ ജനിച്ച ദിവസത്തിലോ ഒക്കെ എന്തൊക്കെ ചെയ്യലുണ്ടല്ലോ എന്ന പോലെ ചന്ദനത്തിലൊക്കെ അതിന്റെ മുന്നിൽ കത്തിച്ചു വെക്കലുണ്ട്. ഇങ്ങനെ ദിക്റിന്റെ മജ്‌ലിസിൽ വെക്കലുണ്ട്. ഇത് എന്റെ അനുഭവം. എല്ലാം ഖലീഫമാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ, എല്ലാ ദിക്ർ ഹൽക്ക സദസ്സുകളും ഇങ്ങനെ ഉണ്ടോ ഇല്ലെന്നുള്ള എനിക്കറിയില്ല. എന്റെ നാട്ടില് മുഹീദ്ദീൻ മുസ്ലിയാരി എന്ന് പറഞ്ഞ നൂർഷാ തങ്ങളുടെ ഖലീഫ അദ്ദേഹം നടത്തിയിരുന്ന മജ്‌ലിസിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതെ പറയാം. ഈ ഫോട്ടോ ഇല്ലാത്ത നിലക്ക് തസവ്വുറാക്കൽ എങ്ങനെ തസവ്വുറാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി പ്രത്യേകത ജല്ലി ഉണ്ടാവും എന്നുള്ള ഇവിടെ ഉണ്ടാവും. ഫോട്ടോ ഇല്ലാത്ത നിലക്ക് ശൈഖനെ ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ പല കിതാബുകളിലും പറയുന്നുണ്ട്, ഷെയ്ഖ് അള്ളാഹുവിലേക്കുള്ള വസീലയാണ്, അള്ളാഹുവിലേക്കുള്ള വാസിത്തയാണ് ഷെയ്ഖ്. സുലൂക്കാണല്ലോ, തരീഖത്തിനെ കുറിച്ച് അങ്ങനെയാണല്ലോ പറയുന്നത്. പ്രത്യേകിച്ച് നൂർഷക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിപ്പോ സുലൂക്കിന്റെ ആളുകളാണെന്ന് പറയാറുണ്ട്. സുലൂക്ക് എന്ന് പറഞ്ഞാൽ പ്രവേശിക്കൽ, അള്ളാഹുവിലേക്കുള്ള ഉസൂലിന്റെ മാർഗത്തിൽ പ്രവേശിക്കുക. അപ്പൊ ഷെയ്ഖ് അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന വാസിത്തയാണ്, വസീലയാണ്, അതിനുള്ള വഴിയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിലേക്ക് എത്തിക്കാൻ സഹായകമാകും എന്ന നിലക്ക് ഷെയ്ഖിനെ ഓർക്കൽ, ഷെയ്ഖിനെ മനസ്സിൽ കരുതൽ, ഷെയ്ഖുമായുള്ള ഈ മുറാഖബ, അത് ഈ മുരീദിനെ തെറ്റുകളിൽ നിന്ന് അകറ്റി നിർത്തുവാനുള്ള ഒരു വഴിയാണ്, സഹായകമാണ്. ഏതുപോലെ മക്കളെ നല്ല ശിക്ഷണത്തിൽ വളർത്തുന്ന വാപ്പ, അതല്ലെങ്കിൽ മറ്റു രക്ഷിതാക്കൾ, എന്തെങ്കിലും മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്യുമ്പോ ആ വാപ്പാന്റെ വടി അല്ലെങ്കിൽ വാപ്പാന്റെ ശിക്ഷിക്കൽ, ഇതൊക്കെ മക്കൾക്ക് ഓർമ്മ വരുമ്പോ തീർച്ചയായിട്ടും മക്കൾക്ക് ആ തെറ്റുമായി ആ കുരുത്തക്കേടുമായി ഇടപെടുമ്പോ ഒരു പേടിയുണ്ടാവും, പിന്മാറും. എന്നതുപോലെ ഈ മുരീദിന്റെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന
ഹറാമുകൾ, അതുപോലെയുള്ള വേണ്ടാത്തരങ്ങൾ. ഈ വേണ്ടാത്തരങ്ങളെ തൊട്ടെല്ലാം വിട്ടുനിൽക്കാൻ ഈ ശൈഖിന് മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഓർക്കുക എന്നുള്ളത് സഹായകമാകും എന്നുള്ളത് കൊണ്ട് ഒരു മുരീദ് ശൈഖിനെ മനസ്സിൽ എപ്പോഴും ഓർക്കുക എന്നുള്ളത് ആ തെർബിയത്തിന്റെ ഭാഗമാണ്. അത് ശൈഖ് മുരീദിന് ഗുണം ചെയ്യുന്ന കാര്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷെഹ്റാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർക്കിടയിൽ പല ത്വരീക്കത്തും ഉണ്ട്. പല ആളുകളും പല ത്വരീക്കത്തുമായിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് കാലത്ത് ഹക്കായ ത്വരീക്കത്ത് ഏതാണ്? മുറബിയ ശൈഖ് ഏതാണ്? ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് അത് വിഷയാകരണത്തിൽ തന്നെ നേരത്തെ പറഞ്ഞു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ഒരു രീതി പരിശുദ്ധമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഥവാ ഹക്കായ ദീനിന്റെ വിശ്വാസങ്ങൾക്കോ അമലുകൾക്കോ എതിരാണെന്ന് ബോധ്യപ്പെടുന്ന തരീഖത്തുകളാണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലും ആധികാരികമായി അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് വിവരം നൽകും. ഇവിടെ വിശദീകരിക്കപ്പെട്ടു കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ വെറും മുൻധാരണ മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ട് ഒരിക്കലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒന്നിലും ഇടപെടാറില്ല. വളരെ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പണ്ഡിത സഭ എന്ന രീതിയിൽ ഈ രൂപത്തിലാണ് സമസ്തയുടെ എല്ലാ നീക്കങ്ങളും ഇന്നുവരെ ഉണ്ടായിട്ടുള്ളത്. ആ രൂപത്തിൽ തന്നെ ചെയ്യാനും പറ്റും. എന്നാൽ ഇന്ന തരീഖത്തെ ഹക്കാണ്, ഇന്ന ഷെയ്ഖ് ഹക്കായ ഷെയ്ഖാണ്, ആ തരീഖത്തിൽ നിങ്ങൾ ചേർന്നുകൊള്ളൂ എന്ന് ഒരു ഷെയ്ഖിനെ കുറിച്ചോ ഒരു തരീഖത്തിനെ കുറിച്ചോ ജനങ്ങളോട് പറയൽ അത് സമസ്തയുടെ രീതിയല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ ആ രീതി സ്വീകരിക്കാറില്ല. എന്ന് സാധാരണക്കാരായ ആളുകൾ എന്തു ചെയ്യും? ഒരിക്കലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഇങ്ങനൊരു രീതി ഇല്ല എന്നുള്ളത് കൊണ്ട് പൊതുജനങ്ങൾക്ക് പ്രയാസം നേരിടുന്നില്ല. കാരണം സമസ്തയുടെ ആലിമീകളുണ്ടാകും, ഓരോ മഹലിലും ഉസ്താദുമാരുണ്ടാകും. ഇനി ഓരോ മഹലിലുമുള്ള ഉസ്താദുമാർ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ അത്ര പോരാത്തവരാണെങ്കിൽ തീർച്ചയായും പരിസര പ്രദേശങ്ങളിൽ കഴിവുറ്റ ആലിമീങ്ങളുണ്ടാകും, സമസ്തയുടെ മുശാവറ മെമ്പർമാരുണ്ടാകും. തീർച്ചയായും ആ ആലിമീങ്ങളെ സമീപിക്കാം. സമീപിച്ചുകൊണ്ട് ചോദിക്കുക, ഇങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്താണ് ഉസ്താദിന്റെ അഭിപ്രായം, ഞാനതിൽ സ്വീകരിക്കണോ വേണ്ടേ എന്ന് അവരുടെ അഭിപ്രായം ചോദിക്കാം. അവരുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് അവരുടെ അനുമതിയോടുകൂടി അവരുടെ അറിവോടുകൂടി കാര്യങ്ങൾ ചെയ്യാം. എന്തിനാണ് ഈ വഴി സ്വീകരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങളുടെ തെറ്റും ശരിയും നമുക്ക് തീരുമാനിക്കാൻ സാധിക്കൂല. ഇത്തരം കാര്യങ്ങളുടെ കള്ളന്മാരെയും അതിന്റെ യാഥാർത്ഥ്യക്കാരെയും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കൂല. ഇത് ഈ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായിക്കൊണ്ട് അറിവുള്ള ആലിമീങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ സാധിക്കൂ. അപ്പൊ ഒരിക്കലും വഞ്ചിതരാവാതിരിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ഇത്തരം പ്രസ്ഥാനങ്ങൾക്കുള്ള വലിയൊരു പ്രശ്നം, അതിലകപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ന്യായീകരിച്ച് പിന്നെയും ന്യായീകരിച്ച് അതിന്റെ കൂടെ നിൽക്കുക എന്നൊരു രീതിയായിരിക്കും ഉണ്ടാവുക. അത് ഈ ബിദ്അത്തുകാർക്ക്, ഈ പിഴച്ച കക്ഷികൾക്കെല്ലാം പൊതുവെ കാണുന്നൊരു സ്വഭാവമാണ്. അപ്പൊ അത്തരം പ്രസ്ഥാനങ്ങളിൽ ചേരുമ്പോ അതുമായി ബന്ധപ്പെടുമ്പോ വളരെ ആലോചിച്ചുകൊണ്ട് വിവരമുള്ള ആളുകളോട് അന്വേഷിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പറ്റൂ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ വാർഷിക സമ്മേളനങ്ങൾ നടക്കുമ്പോഴോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രമേയങ്ങളിലൂടെയോ മറ്റേതെങ്കിലും രീതിയിലോ ഇന്ന ഷെയ്ഖ് വന്നിട്ടുണ്ട്, ഇന്ന തരീഖത്ത് വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാവരും അങ്ങോട്ട് പോയിക്കോ എന്ന് പറയൽ സമസ്തയുടെ രീതിയല്ല. എന്നാൽ ശരീഅത്ത് വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ പക്കൽ നിന്ന് കണ്ടാൽ, ഒരു പ്രസ്ഥാനത്തിന്റെ പക്കൽ വന്നാൽ അത് കൃത്യമായിക്കൊണ്ട് സമസ്ത ആ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ഈ രീതി സമസ്തക്കില്ല എന്നുള്ളത് കൊണ്ട് ആളുകൾക്കൊരു പ്രയാസം നേരിടുന്നില്ല. കാരണം സമസ്തയുടെ നല്ല ആലിമീങ്ങൾ നമുക്കിടയിലുണ്ടാകും, അവരോട് ചോദിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. ഫോട്ടോയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. നമ്മുടെ ജാമിഅ നൂരിയയുടെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടുമല ജാമിഅയിലെ ഉസ്താദ് കോട്ടുമല മൈദീൻകുട്ടി ഉസ്താദ് ഒരു ലേഖനം എഴുതുകയുണ്ടായി സുന്നി അഫ്കാറിൽ. ഈ നൂർഷാ തരീഖത്തേര് ഖബറുകളിൽ ഫോട്ടോ വെക്കാറുണ്ട് എന്നുള്ളതും കാണാൻ കഴിഞ്ഞത് എന്റെ ഓർമ്മയിലുള്ളത്. പിന്നെ മുഹമ്മദ് എന്ന ദിക്ർ സലാത്ത് ചെല്ലാതെ ചെല്ലാറുണ്ട് എന്നുള്ളതും
ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ വെച്ചതായിട്ട് നമുക്ക് ഈ ത്വരീക്കത്തോരായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ വെച്ചതായിട്ട് അനുഭവം ഇല്ല. അവർ ചോദിക്കുകയും ചെയ്തു ഏതെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ എന്ന്. ഈ മുഹമ്മദ് എന്ന ദിക്കറിനെ കുറിച്ചും സിരിയായ മറ്റു ദിക്കറുകളെ കുറിച്ചും കോട്ടുമല വഫാത്തായ കോട്ടുമല ഉസ്താദ് ഷെയ്ഖുന കോട്ടുമല ഉസ്താദ് മുമ്പ് അതിൽ ബൈഅത്ത് ചെയ്തിരുന്ന കാലത്ത് തന്നെ അത് വിശദീകരിച്ച് മറുപടി കൊടുക്കും ചെയ്തിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കോട്ടുമല ഉസ്താദ് ബൈഅത്ത് ചെയ്തു എന്ന് പറഞ്ഞു ഏതാണ് പുസ്തകം? പുസ്തകത്തിന് പല ഏതുണ്ടാവും. അല്ല, അവരുടെ പുസ്തകം ദലീലല്ല. കാരണം ഈ വിഷയത്തിൽ ഒരുപാട് നുണകൾ അവർ സമസ്തയിൽ പറഞ്ഞില്ല. കോട്ടുമല ഉസ്താദ് ബൈഅത്ത് ചെയ്തതായിട്ട് നമ്മളെവിടെയും വായിച്ചിട്ടില്ല കേട്ടോ. ഇല്ല. പിന്നെ കോട്ടുമല മെയ്തികുട്ടി മുസ്ലിയാർ അങ്ങനെ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലേഖനത്തിൽ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്താദിന്റെ അനുഭവമായിരിക്കും. ഉസ്താദ് 1970-കളിലൊക്കെ നല്ല ചെറുപ്പക്കാരനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ബസീറത്തുള്ള ഒരു പണ്ഡിതനായിട്ട് ജീവിച്ച നമ്മളൊന്നും ജനിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. അപ്പൊ ആ കാലത്ത് ബഹുമാനപ്പെട്ടവരുടെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഫോട്ടോ വെക്കുന്ന കാര്യം. ഫോട്ടോ വെക്കുന്ന കാര്യം ഇപ്പൊ ഞാനും അൻവരി ഉസ്താദ് ഒരേ കാലഘട്ടക്കാരാണ്. പക്ഷെ ഞാനത് കണ്ടിട്ടില്ല. പക്ഷെ അൻവരി ഉസ്താദ് സ്വന്തം നാട്ടിൽ നൂരിശാ തങ്ങളുടെ നേരിട്ടുള്ള ഖലീഫ നേതൃത്വം വഹിക്കുന്നതായിട്ട് 2 കണ്ണുകളെ കൊണ്ടും കണ്ട അനുഭവം. ഒരാൾക്കുള്ള അനുഭവം വേറെ ആൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ നിങ്ങളോട് പറഞ്ഞ ആളുകൾ അതിനെ നിഷേധിച്ചു എന്നതുകൊണ്ട് കോട്ടുമല ഉസ്താദ് പറഞ്ഞത് തെറ്റാണെന്ന് വരില്ല. അത് നിങ്ങൾ കോട്ടുമല ഉസ്താദിനോട് അന്വേഷിക്കണം. നിങ്ങൾ അന്വേഷിച്ച അവരുമായിട്ട് കോട്ടുമല ഉസ്താദിനെ പോയി കാണുക. ഉസ്താദ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, അത് ഉസ്താദ് കളവാണോ എഴുതിയത് അതോ അറിവാണോ എഴുതിയത്? അത് ഉസ്താദിനോട് അന്വേഷിച്ചിട്ട് ആ ഉസ്താദാണ് ഇതിന് മറുപടി അറിയേണ്ടത്. ഉസ്താദിന്റെ മനസ്സും ഉസ്താദിന്റെ ജീവിതവും അറിയുന്ന നമുക്ക് ഉറപ്പാണ് ഉസ്താദ് നുണ അറിയില്ല. കോട്ടുമല മെയ്തികുട്ടി മുസ്ലിയാർ നുണ പറയില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം ഉസ്താദിനെ നമുക്കൊക്കെ അറിയുന്ന ആളാണ്. ഇത്രയൊരു താഴ്മയും ഇത്രയൊരു പാണ്ഡിത്യവും ഇത്രയൊരു പക്വതയും ആർജിച്ച ഒരു പണ്ഡിതൻ വേറെ ചൂണ്ടിക്കാണിക്കാൻ വളരെ വിരളമായിരിക്കും. അങ്ങനെയുള്ള കോട്ടുമല ഉസ്താദ് അങ്ങനെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഉള്ളതായിരിക്കും. ഇനി അതിൽ സംശയമുണ്ടെങ്കിൽ ഉസ്താദ് ഇപ്പോഴും ഹയാത്തുണ്ട്, നിങ്ങൾ ജാമിയാനൂരിയിൽ ചെല്ലുക, അല്ലെങ്കിൽ ഉസ്താദിന്റെ വീട്ടിൽ ചെല്ലുക, സംശയ നിവാരണം വരുത്തുക. അത്രേ ഉള്ളൂ. പൈന ആ ചോദ്യത്തിന് അത്രേ മറുപടി പറയാൻ പറ്റുള്ളൂ. പിന്നെ ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് ബൈഅത്ത് ചെയ്തു എന്നുള്ളത് അത് ഒരിക്കലും നമ്മളിതുവരെ കേട്ടിട്ടില്ല. നിങ്ങൾ ഇവിടുന്ന് കേട്ടതാണ്. അവരെഴുതിയതാണെങ്കിൽ അവരങ്ങനെ ഒരുപാട് നുണകൾ എഴുതിയിട്ടുണ്ട്. ജാമിയാനൂരിയെ പറ്റി നുണ എഴുതിയിട്ടുണ്ട്, ശംസുൽ ഉലമയെ പറ്റി നുണ എഴുതിയിട്ടുണ്ട്, പല ആളുകളെ പറ്റി നുണ എഴുതിയിട്ടുണ്ട്. ആ കൂട്ടത്തിലൊരു നുണയും കൂടി എഴുതിയെന്നല്ലാതെ അതിനത്രേ നമ്മൾ വില കൊടുക്കുന്നുള്ളൂ. നിസ്കാരത്തിൽ വലിയ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലും ചിന്തിക്കുക എന്നുള്ളത് അത് കഴുതയെ ചിന്തിക്കുന്നതിനേക്കാൾ മോശമാണ് എന്ന് പറഞ്ഞ ഈ വിഷയം ഒരു തബ്ലീഗ് ജമാഅത്തുകാരനോട് ഞാൻ പറഞ്ഞപ്പോ അയാൾ മറുപടി പറഞ്ഞത് അത് മഅബൂദാണ് എന്ന വിശ്വാസത്തോടുകൂടെ ആണെങ്കിൽ മാത്രമാണ് എന്ന് അവർ പറയുകയുണ്ടായി. അപ്പൊ ഇതിന് ആധികാരികമായിട്ട് അവരെ കിതാബുകളിൽ എവിടെയെങ്കിലും മഅബൂദാണെങ്കിൽ അത് ശരിയോ തെറ്റോ, ഇനി അങ്ങനെ അവരുടെ രേഖയിൽ അവർ മറുപടി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അവർ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ആരോപണം അവരുടെ മേലിൽ ആരോപിക്കുന്നത് ശരിയാണോ? ഇതൊരു പുതിയ വിശദീകരണം. സാധാരണ ഈ സിറാത്തെ മുസ്തഖീമിനെ തബ്ലീഗിന്റെ ആളുകൾ ന്യായീകരിക്കാറുണ്ട്. ഈ പരാമർശത്തെ ന്യായീകരിച്ചുകൊണ്ട് കേരള തബ്ലീഗിന്റെ ഇന്നത്തെ ഏറ്റവും സീനിയർ നേതാവാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോഴിക്കോട് ചെറുപ്പക്കാരൻ അബുൽ ഖൈർ മൗലവി തബ്ലീഗിനെതിരിലുള്ള ഈ വിമർശനങ്ങൾക്ക് മറുപടിയായിക്കൊണ്ട് 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പല പുസ്തകങ്ങളിലും ഇതിനെക്കുറിച്ചൊക്കെ അവർ പറയാറുള്ളത് ഇത് സർഫുൽ ഹിമ്മത്തിന്റെ ഭാഗമാണ് എന്നാണ്. സർഫുൽ ഹിമ്മത്ത് എന്നുള്ളത് ഒരു തസൗഫിന്റെ ഭാഷയാണ്. സർഫുൽ ഹിമ്മത്തിന്റെ ഭാഗമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന്.
അത് സർഫുൽ ഹിമ്മത്തിന്റെ ഭാഗമായിക്കൊണ്ടാണെങ്കിലും മറ്റ് ഏത് രൂപത്തിലാണെങ്കിലും, ഈ മഅബൂദ് എന്ന കാര്യം ഞാൻ പറയാം, ഏത് രൂപത്തിലാണെങ്കിലും അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കണം. അത് ഓർക്കൽ നിസ്കാരത്തിന്റെ അദബുകളിൽപ്പെട്ടതാകുന്നു എന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ഇമാമാർ പഠിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മറ്റു പല കിതാബുകളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മഅബൂദാണെന്ന രീതിയിൽ അതൊരു പുതിയ വിശദീകരണം അങ്ങനെ സിറാത്തെ മുസ്തഖീമിൽ എവിടെയും പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ വിഷയത്തിന് ന്യായീകരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞിട്ടുള്ള അബുൽ ഖൈർ മൗലവിയോ ജാമിയ കൗസർ എന്ന് പ്രസിദ്ധീകരിക്കുന്ന വലിയൊരു ഒരു കട്ടിയുള്ള പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദേവബന്ധ പണ്ഡിതന്മാരെ കുറിച്ച് കാണിച്ച പുസ്തകം, ആ പുസ്തകത്തിലും ഈ വിഷയത്തെ പരാമർശിച്ചിട്ടുണ്ട്, ന്യായീകരിച്ചിട്ടുണ്ട്. അതിനെ ന്യായീകരിച്ചപ്പോഴോ ഈ രീതിയിൽ ഓർക്കരുത് എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അതല്ലാതെ നബി തങ്ങളെ ഓർക്കാം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം, വാദം എന്ന് തബ്ലീഗ് ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങളിലോ അതിന്റെ ആലിമീങ്ങളോ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളോട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമോ അതല്ലെങ്കിൽ സാധാരണ നബി തങ്ങളെ ഓർക്കൽ പ്രശ്നമില്ല, ഈ രൂപത്തിൽ ഓർക്കലേ പ്രശ്നമുള്ളൂ എന്ന തിരിച്ചറിവിന്റെ ഭാഗമായിക്കൊണ്ടോ ആവാം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. പിന്നെ നേരത്തെ പറഞ്ഞൊരു വിഷയം, ഈ നൂർഷാ തരീഖത്തിനെ കുറിച്ച് പറയുമ്പോഴേ നൂർഷാ തരീഖത്ത് 3 ഗ്രൂപ്പുകളായിട്ട് അപ്പം നിലനിൽക്കുന്നത്. 3 ഗ്രൂപ്പുകൾ. ഞാനിത് പറയാൻ കാരണം എന്റെ പ്രദേശത്ത് നൂർഷാ തരീഖത്തിന് നല്ല ശക്തമായ സ്വാധീനമുണ്ട്. എന്റെ തൊട്ടടുത്ത മഹല്ല മാണൂർ മഹലിൽ ഏകദേശം ഒരു 90% നൂർഷക്കാരന്നെ. അവിടുത്തെ കാവിയും ഖത്തീബും ഒക്കെ നൂർഷക്കാരാണ്. അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. കാലടി എന്ന സ്ഥലത്തും നല്ല നൂർഷക്കാരുടെ നല്ല ആധിക്യമുള്ള സ്ഥലം. 3 ഗ്രൂപ്പുകളായിട്ടാണ് നൂർഷാ തരീഖത്ത് നിലനിൽക്കുന്നത്. അതായത് ഈ തരീഖത്തിന്റെ സ്ഥാപകൻ ബഹുമാനപ്പെട്ട ദാരിമി ഇവിടെ വിശദീകരിച്ചല്ലോ, ഹൈദരാബാദിലെ നൂർഷാ തങ്ങൾ. ഈ നൂർഷാ തങ്ങൾക്ക് ശേഷം ഖലീഫയായിക്കൊണ്ടുവന്ന ആരിഫുദ്ദീൻ ജീലാനി. നൂർഷാ തങ്ങൾ ഖിലാഫത്ത് കൊടുത്ത ഖലീഫമാരിൽ അധിക പേരും ആരിഫുദ്ദീൻ ജീലാനി അംഗീകരിക്കുന്നില്ല. ഇതൊരു സത്യമാണിത്. നൂർഷാ തങ്ങളുടെ ഖലീഫമാരിൽ അധിക പേരും ഇന്നത്തെ കുതുബുൽ മശായിഖ് എന്നവർ പരിചയപ്പെടുത്തുന്ന ആരിഫുദ്ദീൻ ജീലാനി അംഗീകരിക്കുന്നില്ല. ആരിഫുദ്ദീൻ ജീലാനിയുടെ ഖലീഫമാരുണ്ട്, പുതിയ ഖലീഫമാര്. ആ പുതിയ ഖലീഫമാരെ ഒട്ടും നൂർഷാ തങ്ങളുടെ ഖലീഫമാരും അംഗീകരിക്കുന്നില്ല. എന്നാൽ കോഴിക്കോട്, കണ്ണൂർ, വടകര ഭാഗത്ത് ആരിഫുദ്ദീൻ ജീലാനിയേക്കാൾ സ്വീകാര്യനായിട്ടുള്ളത് ആരിഫുദ്ദീൻ ജീലാനിയുടെ ജ്യേഷ്ഠ സഹോദരൻ നൂർഷാ തങ്ങളുടെ ബായി സാഹിബ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. ഒറിജിനൽ പേരെന്താ എനിക്ക് കിട്ടണില്ല. ഈ ആരിഫുദ്ദീൻ ജീലാനിയുടെ ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ട്, നൂർഷാ തങ്ങളുടെ മകൻ. ഈ നൂർഷാ തങ്ങളുടെ ഈ ആരിഫുദ്ദീൻ ജീലാനിക്കും ഖിലാഫത്ത് കൊടുത്തു. ആരിഫുദ്ദീൻ ജീലാനിക്ക് മാത്രമേ ഖിലാഫത്ത് കൊടുത്തിട്ടുള്ളൂ, അദ്ദേഹം മാത്രമാണ് ഖലീഫ എന്നാണ് ആരിഫുദ്ദീൻ ജീലാനിയുടെ ഖലീഫമാരും മുരീദന്മാരും വാദിക്കുന്നത്. എന്നാൽ മറ്റൊരു പക്ഷം വാദിക്കുന്നത് ആരിഫുദ്ദീൻ ജീലാനിക്ക് ഖിലാഫത്ത് കൊടുത്തിട്ടില്ല, ആരിഫുദ്ദീൻ ജീലാനിയുടെ ജ്യേഷ്ഠൻ ഈ ബായി സാഹിബിനാണ് ഖിലാഫത്ത് കൊടുത്തിട്ടുള്ളത് എന്ന. കോഴിക്കോട്, വടകര, കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ആരിഫുദ്ദീൻ ജീലാനിയേക്കാൾ കൂടുതൽ അനുയായികളുള്ളത് ഈ ബായി സാഹിബിനാണ്. എന്നാൽ മലേഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഈ രണ്ടുപേരെയും അംഗീകരിക്കണില്ല. മറ്റൊരു ഭാര്യയിൽ നൂർഷാ തങ്ങൾക്കുണ്ടായ വേറൊരു മകനുണ്ട്. ആ മകനാണ് യഥാർത്ഥത്തിൽ ഖിലാഫത്തുള്ളത് എന്നാണ് മലേഷ്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെയുള്ള നൂർഷാ തരീഖത്തിന്റെ ആളുകളുടെ വാദം. ഇങ്ങനെ 3 ഗ്രൂപ്പായിക്കൊണ്ടാണ് ഇപ്പോ ഈ നൂർഷാ തരീഖത്തിന്റെ പ്രവർത്തനങ്ങൾ. ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ഈ 3 കൂട്ടരുടെയും അമലുകളിൽ, അവരുടെ ഹൽക്കകളിൽ വ്യത്യസ്തമായ ദിക്റുകളും വ്യത്യസ്ത നടപടിക്രമങ്ങളുമുണ്ട്. ദിക്റിന്റെ സദസ്സിൽ ഫോട്ടോ വെക്കുക എന്ന് പറഞ്ഞല്ലോ, ആ രീതി കാണുന്നത് ഈ നൂർഷാ തങ്ങളുടെ ഖലീഫമാരുടെ ദിക്ർ സദസ്സുകളാണ് അത് കാണുന്നത്. ആരിഫുദ്ദീൻ ജീലാനിയുടെ അദ്ദേഹത്തിന്റെയോ അദ്ദേഹത്തിന്റെ ഖലീഫമാരുടെയോ ഹൽക്കകളിൽ ഈ ഫോട്ടോ വെക്കുന്ന രീതി കാണുന്നില്ല. ഇവിടെ ഖബറിന്റെ അടുത്ത് ഫോട്ടോ വെക്കുക എന്ന് പറഞ്ഞു, നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഉണ്ടാകാം. കാരണം വ്യത്യസ്ത രീതികളിലാണ് ഈ 3 ഖലീഫമാരും, വ്യത്യസ്ത രീതിയിലാണ് അവരുടെ ഹൽക്കകളും മറ്റുള്ളത്. ഇപ്പോ ആരിഫുദ്ദീൻ ജീലാനി തന്റെ പിൻഗാമിയെ പ്രഖ്യാപിച്ചു. നൂർഷാ സാനി എന്നുള്ള പേരിൽ ആരിഫുദ്ദീൻ ജീലാനിയുടെ ഒരു മകനുണ്ട്.
ആരിഫുദ്ദീൻ ജീലാനി അദ്ദേഹത്തിന്റെ പിൻഗാമിയെ പ്രഖ്യാപിച്ചു. ഈ പിൻഗാമിയെ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ആരിഫുദ്ദീൻ ജീലാനിയുടെ ആളുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഒരാൾക്ക് ഖിലാഫത്ത് കൊടുക്കണം, ഈ ഖുതുബുൽ മശായിഖ് എന്ന പദവി കേരളത്തിൽ ഒരാൾക്ക് കൊടുക്കണം, അത് ഏലംകുളത്തെ ഒരാളെയും അതുപോലെ തന്നെ മറ്റുള്ള പലരെയും അവർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അതിനൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പൊ ആരിഫുദ്ദീൻ ജീലാനിയുടെ ചെറുപ്പക്കാരനായ മകനെ നൂർ ഷാ സാനിപ്പ് കഴിഞ്ഞ സമ്മേളനത്തിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിരുന്നല്ലോ, പ്രസംഗിച്ചിരുന്നല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിനെയും അദ്ദേഹത്തിന്റെ ഈ ഔദ്യോഗിക പദവിയും അംഗീകരിക്കാത്ത ഒരുപാട് ആളുകൾ ആരിഫുദ്ദീൻ ജീലാനിയുടെ ഖലീഫമാരിൽ തന്നെയുണ്ട്. ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഈ ആലുവ തരീഖത്തിന്റെ ആ ഗുസ്തിയ പണ്ഡിത സഭ എന്ന് പറഞ്ഞില്ലേ എന്ന പോലെ ഇവർക്കിടയിൽ ഉള്ളിൽ നല്ല അസ്വസ്ഥതകളും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നല്ല കണ്ടൂടായ്മയും നല്ല ഈ അകത്ത് ഈ തൊഴുത്തി കുത്തും നല്ല ഉള്ളൊരു സാഹചര്യമാണ് ഇപ്പൊ നൂർഷാ തരീഖത്തിനുള്ളത്. ഇവർക്കൊക്കെ വ്യത്യസ്തമായ ദിക്റുകളുണ്ട്, വ്യത്യസ്ത രീതികളുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഏതെങ്കിലും സാഹചര്യം ചിലപ്പോൾ അവരുടെ അടുത്ത് ഫോട്ടോ വെച്ച രീതിയൊക്കെ ഉണ്ടായിരിക്കാം. ഷറഉൽ വിശദീകരിച്ചപ്പോ അഥവാ ആലുവ തരീഖത്തിന് ഈമാനും ഇസ്ലാമും ഒന്നല്ല രണ്ടാണെന്നുള്ള വാദം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഷറഉൽ അഖായിദിലുണ്ടല്ലോ അൽ ഈമാനു വൽ ഇസ്ലാമു വാഹിദുൻ എന്ന് കഴിഞ്ഞിട്ട് നിബ്രാസ് വെക്കുന്നത്, അതിൽ ബഅദ് മുഹദ്ദിസീന് ഇഖ്തിലാഫുണ്ട് എന്നുണ്ടല്ലോ. അപ്പൊ അതിലെങ്ങനെ ഇജ്മാ വരും? ബഅദ് മുഹദ്ദിസീങ്ങളിൽ നിന്ന് ചിലർക്ക് ഇഖ്തിലാഫുണ്ട് എങ്കിലും ഇത് രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നിബ്രാസ് സഹിതം ഈമാൻ ഇസ്ലാം ശ്രദ്ധിക്കണം കേട്ടോ, നല്ലൊരു ചോദ്യമാണ്. വളരെ പണ്ഡിതോചിതമായ വൈജ്ഞാനികമായ ഒരു ചർച്ചയിലേക്ക് വഴിതെളിക്കുന്നൊരു ചോദ്യമാണ്. അതായത് ഈമാനും ഇസ്ലാമും ഒന്നാണോ രണ്ടാണോ? ഈമാനും ഇസ്ലാമും രണ്ടാണ് എന്ന് ചില ഇബാറത്തുകളിൽ കാണാം. ഈമാനും ഇസ്ലാമും ഒന്നാണ് എന്ന് ചില ഇബാറത്തുകളിൽ കാണാം. ഷറഉൽ അഖായിദിൽ പറയാണ്, ആ ഇബാറത്ത് ഞാൻ വായിക്കാം. ഷറഉൽ അഖായിദിന്റെ ഇബാറത്ത് ഇങ്ങനെയാണ്: വൽ ഈമാനു വൽ ഇസ്ലാമു വാഹിദുൻ, ഈമാനും ഇസ്ലാമും ഒന്നാണ്. വബിൽ ജുംല, അതങ്ങനെ വിശദീകരിച്ചിട്ട് അതിന്റെ ആകത്തുക പറയാം. ലാ യസിഹു ഫി ശർഇ അൻ യുഹ്കമ അലാ അഹദിൻ ബിഅന്നഹു മുഅ്മിനുൻ വലൈസ ബിമുസ്ലിമിൻ. ശർഇൽ ഒരാളെ പറ്റി അവൻ മുഅ്മിനാണ് മുസ്ലിമല്ല എന്നോ, ഔ മുസ്ലിമുൻ വലൈസ ബിമുഅ്മിനിൻ, മുസ്ലിമാണ് മുഅ്മിനല്ല എന്നും ശർഇൽ ഒരു തീരുമാനം പറയൽ ജായിസല്ല, സഹീഹല്ല. വലാ നഅനി ബിവഹിദതിഹിമാ സിവാ ഹാദാ, രണ്ടും ഒന്നാണെന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് ശർഇൽ അല്ലാഹുവിന്റെ അടുക്കൽ നാളെ സ്വർഗത്തിൽ കടക്കുന്നവൻ, ആ അർത്ഥത്തിൽ അതാണ് ഔദ്യോഗികമായ മതകീയമായ ഈമാൻ ഇസ്ലാം, മുഅ്മിൻ മുസ്ലിം. ആ അർത്ഥത്തിലുള്ള മുഅ്മിനും എല്ലാ മുഅ്മിനും മുസ്ലിമുമാണ്, എല്ലാ മുസ്ലിമും മുഅ്മിനുമാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിൽ തർക്കമില്ല. ലാ ഖിലാഫ ഫീ ഹാദിഹിൽ മസ്അല. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഈ ഇബാറത്ത് വിശദീകരിച്ചുകൊണ്ട് മുല്ല അഹമ്മദ് പറയാണ്, മുല്ല അഹമ്മദ്, ലാ നിസാഅ ഫിൽ മസ്അല, ഈ പറഞ്ഞ മസ്അലയിൽ ഒരു തർക്കവുമില്ല. ഫഇന്നൽ അശാഇറത, അശാഇറത അഹ്ലുസുന്നയുടെ ആളുകളെ പറ്റിയാണ് അശരികൾ എന്ന് പറയാം. ഫഇന്നൽ അശാഇറത ലാ യുജവ്വിസൂന അൽ-ഇൻഫികാക ബൈനഹുമാ, ഈമാൻ ഇസ്ലാമിന്റെ ഇടയിൽ ഈമാനില്ലാത്തൊരു ഇസ്ലാം, മുഅ്മിനല്ലാത്തൊരു മുസ്ലിം, മുസ്ലിമല്ലാത്തൊരു മുഅ്മിൻ എന്ന ഒരു വേർതിരിവ് അഹ്ലുസുന്ന അംഗീകരിക്കുന്നേ ഇല്ല. പിന്നെ ഭാഷാപരമായി മറ്റൊരു ചർച്ച. ഈമാൻ എന്നതിന്റെ വാക്കർത്ഥം എന്താണ്? മനസ്സിലുള്ള ആ തസ്ദീഖ്,
വാസ്തവമാക്കുക എന്ന ആ ഖൽബിയായ തസ്ദീഖ് മാത്രമാണോ, അതോ ജവാരിഹ് കൊണ്ടുള്ള ജസദിയായ അമലുകൾ കൂടി ഉൾപ്പെട്ടതാണോ ഈമാൻ? അങ്ങനെയാണെങ്കിൽ ഈമാൻ ഇസ്ലാം ഒന്നാണ്. ഈമാൻ എന്നതിന്റെ മഫ്ഹൂമിൽ ഇസ്ലാം കാര്യങ്ങൾ പെടൂലേ? അതിൽ മഫ്ഹൂമിൽ രണ്ടാണ്. അത് ബഅദുൽ മുഹദ്ദിസീനല്ല പറഞ്ഞത്, അത് എല്ലാരും പറയണ വാക്കാണ്. ഇസ്ലാം ജിബ്രീലിന്റെ ഹദീസിൽ എന്താ ഉള്ളത്? ഇസ്ലാം കാര്യം ഈമാൻ കാര്യം രണ്ടല്ലേ? ഈമാൻ കാര്യം വേറെ, ഇസ്ലാം കാര്യം വേറെ. അപ്പൊ രണ്ടല്ലേ? പിന്നെന്താ ബഅദുൽ മുഹദ്ദിസീൻ എടുക്കുന്നത്? ജിബ്രീൽ തന്നെ അങ്ങനെയല്ലേ പറഞ്ഞു? അതെ, ബുഖാരിയുള്ള വിഷയം ഞാൻ പറയുന്നത്, ഇബ്രാസിന്റെ അപ്പുറ ബുഖാരി. അപ്പോ മഫ്ഹൂമുകൾ മിൻ ഹൈസുൽ മഫ്ഹൂമു ഈമാനും ഇസ്ലാമും ഒന്നാണോ രണ്ടാണോ? അത് രണ്ടാണ് എന്നാണ് അഹ്ലു സുന്ന പറയുന്നത്. അതേസമയത്ത് മിൻ ഹൈസു ശർഉ അഥവാ അന്നജാത്ത് ഫിൽ ആഖിറ, ആഖിറത്തിൽ രക്ഷപ്രാപിച്ചവൻ എന്ന അർത്ഥത്തിലുള്ള മുഅ്മിൻ മുസ്ലിമാണോ മുസ്ലിം മുഅ്മിനാണോ? രണ്ടും ഒന്ന് തന്നെയാണ്. അതും സുന്നത്തി ജമാഅത്തിന്റെ മദ്ഹബാണ്. അപ്പൊ മഫ്ഹൂമിലാണ് ഖിലാഫുള്ളത്. മഫ്ഹൂം ഒന്നാണോ രണ്ടാണോ എന്നുള്ളതിൽ തർക്കമുണ്ട്. പക്ഷേ അതിന്റെ ശർഈയായ വിവക്ഷയിൽ അഥവാ അതിന്റെ പരലോകരക്ഷ എന്ന അർത്ഥത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? ഒരാൾക്ക് ഇപ്പൊ ഈമാൻ കാര്യങ്ങൾ ശരിക്കുണ്ട്, ഓ മുസാഫമത്ത് ചവിട്ടിക്കയറാണ്. ശരിക്ക് ഈമാൻ കാര്യം 6 കൽബിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ഓൻ എന്ത് ചെയ്യുന്നുണ്ട്? മുസാഫമ ചവിട്ടിക്കയറി. ഓന് ഈമാനുണ്ട്, പക്ഷെ മുസാഫമ ചവിട്ടിക്കയറുകയാണ്. എന്നാ ഓന്റെ അവസ്ഥ എന്താ? ഓന് മുഅ്മിനാണ് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഒരാൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പക്ഷേ ഓൻ എന്ത് ചെയ്യുന്നു? ബിംബങ്ങളിലും വിശ്വസിക്കുന്നുണ്ട്. എന്നാ നമ്മൾ പറയണ ഓ മുഅ്മിനല്ല എന്നാ. ഭാഷാപരമായിട്ട് അവനെ പറ്റി മുഅ്മിൻ എന്ന് പറയാം. അതാണല്ലോ വഹാബികൾ പയച്ചത്. വഹാബികൾ പറയണത് എന്താ? അബൂജഹൽ മുഅ്മിനുമാണ് മുശ്രിക്കുമാണ് എന്ന്. അതേ വാദാണ് ആലുവക്കാരും പറയുന്നത്. ഭാഷാപരമായ മുഅ്മിൻ അതല്ല ഇവിടെ ചർച്ച. ഇവിടുത്തെ ചർച്ച ഔദ്യോഗികമായി ആധികാരികമായി പരലോകരക്ഷ എന്ന അർത്ഥത്തിലുള്ള മുഅ്മിനും മുസ്ലിമും. ആ മുസ്ലിമെല്ലാം മുഅ്മിനാണ്, മുഅ്മിനെല്ലാം മുസ്ലിമാണ്. അതിൽ ഇത്തിഫാഖ് ഉണ്ട് എന്നാ. ഇത്തിഫാഖ് പറഞ്ഞാല് ഏതെങ്കിലും പിന്നെ അണ്ടന്റെ അടകോറിന്റെ ഇത്തിഫാഖല്ല, മുസ്ലിം ലോകത്തിന്റെ ഇത്തിഫാഖാണ്. മുസ്ലിം ലോകം ഇത്തിഫാഖായി എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബിലുള്ള ഇത്തിഫാഖൻ എന്ന വാക്കിന്റെ അർത്ഥമല്ല നോക്കുന്നത്. ഇത്തഫഖൽ ഉലമാ എന്ന് പറഞ്ഞാൽ ഉലമാക്കളെല്ലാം യോജിച്ചു. മനസ്സിലായി? നിങ്ങൾ ഈ പറഞ്ഞ നിബ്രാസ് ഉണ്ടല്ലോ, നിബ്രാസിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്, വലൈസ കുല്ലു മുഅ്മിനിൻ മുസ്ലിമാ. അങ്ങനെയുണ്ട് നിബ്രാസിൽ. എല്ലാ മുഅ്മിനും മുസ്ലിമല്ല. നിങ്ങളുണ്ടോ? അല്ലേ? അല്ലേ? ഉണ്ട്. മുഅ്മിനല്ല മുസ്ലിമല്ല ഈ ഇബാറത്ത് കണ്ടുകാണ്ട് ഇനി ആലുവക്കാര് മുസ്ലിമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം മുഅ്മിനല്ല മുസ്ലിമല്ല എന്ന് നിബ്രാസിലുണ്ട്. മുഅ്മിനല്ല മുസ്ലിമല്ല എന്ന് നിബ്രാസിലുണ്ട്. അതുകൊണ്ട് ആലുവക്കാര് മുസ്ലിമല്ല എന്ന് പറയാൻ പറ്റും. ആ കിതാബിന്റെ ഇബാറത്ത് എന്തിനു വേണ്ടി ചർച്ച ചെയ്തു? അതിന്റെ മാക്കബിൽ എന്താണ്, മാബാദ് എന്താന്നുള്ളത് നോക്കണ്ടേ? അതേമാതിരി തന്നെ ഉനിയത്തു ത്വാലിബീനില് ബഹുമാനപ്പെട്ട മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വലൈസ കുല്ലു മുസ്ലിമിൻ മുഅ്മിന എന്ന് പറയുന്നുണ്ട്. എല്ലാ മുസ്ലിമും മുഅ്മിനല്ല. അത് യഥാർത്ഥത്തിലാ മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴടങ്ങിയവൻ, ബാഹ്യമായി കീഴടങ്ങിയവൻ എന്ന അർത്ഥത്തിൽ മുസ്ലിം എന്ന് പറയാറുണ്ട്. ഓനക്ക് കൽബിൽ ഈമാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതല്ല നമ്മളെ ചർച്ച. നമ്മളെ ചർച്ച ഇപ്പൊ കണ്ണിയത്ത് ഉസ്താദ് ബാഹ്യമായിട്ട് മുസ്ലിമാണ്, ഉള്ളിൽ ഈമാനില്ല എന്ന് പറയാൻ പറ്റുമോ? ബാഫഖി തങ്ങൾ ബാഹ്യമായ മുസ്ലിമാണ്, ഉള്ളിൽ ഈമാനില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ വലൈസ കുല്ലു മുസ്ലിമിൻ മുഅ്മിന എന്ന് ഉനിയത്തു ത്വാലിബീനിലും അതുപോലെ ശർഹ് മുസ്ലിമിലൊക്കെ ഉപയോഗിച്ചത് ഏതർത്ഥത്തിലാ? ബാഹ്യമായി കീഴടങ്ങിയവൻ യഥാർത്ഥ വിശ്വാസിയായിക്കൊള്ളുന്നില്ല എന്ന അർത്ഥത്തിൽ പറയുന്ന മുസ്ലിമും മുഅ്മിനുണ്ട്. അതൊന്നും നമ്മളെ ചർച്ചയല്ല. ഇവിടെ ചർച്ച ചെയ്യുന്ന മുസ്ലിമും മുഅ്മിനേതാ? ഒന്നാം ഖലീഫ പറയാണ്, ഞാൻ 1000ങ്ങളും 10000ങ്ങളും ലക്ഷങ്ങളും പങ്കെടുക്കുന്ന മഹാസമ്മേളനങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, സമസ്തയുടെ സമ്മേളനങ്ങളിൽ. ഒരു 1960 മുതൽക്കുള്ള സമ്മേളനങ്ങൾ അദ്ദേഹം പറയുന്നത്. അതിലൊന്നും ഒരു മുഅ്മിനും ഇല്ലാന്നാണ്. പിന്നെ ഞാൻ ഇയാളൊപ്പം കൂടിയപ്പോ മുഅ്മിനീങ്ങളെ കണ്ടു. ഇവിടെ പറഞ്ഞ മുഅ്മിനാരാ? അതാ ചർച്ച. എന്താ മുഅ്മിന്റെ അർത്ഥം?
അതാണ് ചർച്ച. ആ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മുഅ്മിനും മുസ്ലിം എന്ന് പറയുന്നത് പരലോക രക്ഷയുള്ള മുഅ്മിനും മുസ്ലിമും. അത് ഒന്നാണ് എന്നുള്ളതിൽ മുസ്ലിം ലോകം ഇജ്മാ ആണ്. അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്, റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ മുസ്ലിമീങ്ങളായിട്ടുള്ളൂ, മുഅ്മിനായിട്ടില്ല. ഒരു സ്വഹാബി വാദിച്ചിട്ടില്ല. പച്ച നുണയാണ് അള്ളാഹിന്റെ പേരിലും റസൂലിന്റെ പേരിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മള് പേശ തരീക്കത്ത്, അലുവ തരീക്കത്ത്, അതുപോലെ നൂരിഷ തരീക്കത്ത്, ഇവരോട് തുടരുന്നതിന്റെ വിധി, ഇവരോട് സലാം ചെല്ലുന്നതിന്റെ വിധി, ഇവരാരാണ്? മുഹ്തദിയാണോ? എന്താണ് അതിന്റെ ബിൽ ജുംല? ഏതായിരുന്നാലും സംഗതി ശരിയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. തബ്ലീഗുകാര് തീർച്ചയായിട്ടും മുബ്തദികളാണ്. അവരുടെ പുസ്തകങ്ങളും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ശരിക്കും വിലയിരുത്തുമ്പോൾ മനസ്സിലാവുന്ന കാര്യം, അവർ തീർച്ചയായിട്ടും മുബ്തദികളാണ്. നൂറിശക്കാരെ കുറിച്ച് ബഹുമാനപ്പെട്ട സമസ്തക്കാരുടെ ജമിയത്തുൽ ഉലമ അത് പിഴച്ച തരീഖത്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമസ്തയുടെ ഓരോ നീക്കങ്ങളും ഏത് വിഷയത്തിലാണെങ്കിലും ബഹുമാനപ്പെട്ട ആലിമീങ്ങളുടെ ഓരോ വാക്കുകളും വളരെ സൂക്ഷ്മതയും, ഒരു ആലിമിന് എന്താണോ ആകാവുന്നത്, എന്താണോ പറ്റാത്തത്, ഇതിനെ കൃത്യമായി കൊണ്ട് പാലിച്ചുകൊണ്ട് ഒരു ആലിമിന്റെ ദൗത്യം എന്താണെന്ന് ശരിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും സമസ്ത ഇടപെടുന്ന വിഷയത്തിലൊക്കെ മഹാന്മാരായ ആലിമീങ്ങളുടെ വാക്കുകളും അവരുടെ പ്രസ്താവനകളും. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് അത് ബിദ്അത്തിന്റെ കക്ഷിയാണെന്ന് പറഞ്ഞു. നൂറിഷ തരീഖത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട സമസ്ത പറഞ്ഞു അത് പിഴച്ച തരീഖത്താണെന്ന് പറഞ്ഞു. നമുക്കവിടെ നിൽക്കാം. അവർ പിഴച്ചവരാണ്. തുടരാൻ പറ്റുമോ? നമ്മുടെ ഫിഖ്ഹ് കിതാബുകളൊക്കെ പറഞ്ഞു മുബ്തദീനോട് തുടരാൻ പറ്റൂല, ജമാഅത്തിന്റെ സവാബ് നഷ്ടപ്പെടും. ഫാസിഖിനോട് തുടരാൻ പറ്റൂല, ജമാഅത്തിന്റെ സവാബ് നഷ്ടപ്പെടും. ഏറ്റവും ചുരുങ്ങിയത് ആ ഗണത്തിലാണ്. അതുകൊണ്ട് അവരെ തുടർന്ന് നിസ്കരിക്കുമ്പോൾ ഒരിക്കലും ജമാഅത്തിന്റെ സവാബ് ലഭിക്കുകയില്ല. ഏറ്റവും മിനിമം ഫാസിഖിന്റെ ഗണത്തിൽപ്പെടും. ബഹുമാനപ്പെട്ട ദാരിമി അവരുടെ അഹമ്മിയത്തെ തരീഖത്ത് വിശദീകരിച്ചല്ലോ. മഹാന്മാരിൽ നിന്ന് മദദ് പ്രതീക്ഷിക്കുക, മഹാന്മാരുടെ പേരിലുള്ള കൊടികൾ നാട്ടുക, ഇതൊക്കെ ഷിർക്കാണെന്ന് പലരും പറയുന്നു. എന്നാൽ ഇതൊന്നും ഷിർക്കല്ല, പക്ഷേ ഷിർക്കിലേക്ക് എത്തിക്കുന്ന ഹറാമുകളാണ്. നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് പിഴച്ച കക്ഷിയാണ് ബഹുമാനപ്പെട്ട സമസ്ത അങ്ങനെ പറഞ്ഞു. നമുക്ക് ആ പക്ഷത്ത് നിൽക്കാം. തുടർന്ന് നിസ്കരിക്കുമ്പോ ജമാഅത്തിന്റെ സവാബ് ലഭിക്കുകയില്ല. ذاتിയായ മഅയ്യത്ത് അവരുടെ ഭാഗത്തിൽ നിന്നുണ്ട് എന്ന് പല തെളിവുകളിലൂടെയും സ്ഥിരീകരിച്ച സ്ഥിതിക്ക് അവരെ തുടരുന്നത് കുറച്ച് ഗൗരവമായ വിഷയമല്ലേ? രണ്ട് ചോദ്യത്തിനൂടെ അവസരം. ഇനി 2 ചോദ്യോടും ചോദിക്കാം. ذاتിയായ മഅയ്യത്ത് പോലെ വളരെ ഗുരുതര പ്രശ്നങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്നാകുന്നു എന്ന് അഹ്ലു സുന്നത്തിന്റെ എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞർത്ഥം. അതാണല്ലോ തൗഹീദും. എന്നാൽ ഈ തൗഹീദിന്റെ ആശയത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള അർത്ഥകൽപ്പനയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ നൂർശക്കർ നടത്തുന്നത്. അതിനവർ ന്യായീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും വിവരമുള്ള നൂർശതരീക്കത്തിന്റെ അധിക ഖലീഫുമാർ, മുരീദന്മാർക്ക് തീരെ വരണ്ടാവൂല, ഖലീഫുമാരിൽ പലർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അറിയും. വിവരമുള്ള ഖലീഫുമാരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ ലാ ഖാദിൽ ഹാജാത്തി ഇല്ലല്ലാഹ് എന്ന് തന്നെയാണ് അർത്ഥമെന്ന് ന്യായീകരിക്കുന്നു. ഇങ്ങനെ വളരെ ഗുരുതരമായ ആശയങ്ങളൊക്കെ പല പരാമർശങ്ങളും നൂർശതരീക്കത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നടത്തിയിട്ടുണ്ട്, അവർ എഴുതിയിട്ടുമുണ്ട്. അതേപോലെ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഒരു കക്ഷിയെക്കുറിച്ച്, ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് ബിദ്അത്തിന്റെ കക്ഷിയാണ് എന്ന് തീരുമാനം പറയലും. ബഹുമാനപ്പെട്ട സമസ്ത വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാ.
എന്നാൽ ഒരിക്കലും ഹക്കിന്റെ ഭാഗത്തുനിന്ന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുകൊണ്ട് പിറകോട്ട് പോകുമെന്നുമല്ല. ഖാദിയാനികളെ കുറിച്ച് കാഫിറുകളെന്ന് തീരുമാനമെടുത്തു. വഹാബികൾ വന്നപ്പോ, ജമാഅത്തുകാർ വന്നപ്പോ, തബ്ലീഗുകാർ വന്നപ്പോ അവരെക്കുറിച്ച് മുബ്തദികളെന്നും തീരുമാനമെടുത്തു. കാന്തപുരം മുടി കൊണ്ടുവന്നപ്പോഴും അതിനെക്കുറിച്ച് തീരുമാനം പറഞ്ഞു. അതിന്റെ അടിസ്ഥാനം വ്യക്തമാക്കപ്പെടുന്നത് വരെ അതുമായി ആരും ബന്ധപ്പെടരുത് അല്ലേ? അപ്പൊ ഇതേ രൂപത്തിൽ വളരെ സൂക്ഷ്മമായിക്കൊണ്ട് മാത്രമാണ് നമ്മുടെ ആലിമീങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളത്. മഹാന്മാരായ ശംസുൽ ഉലമ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖ്ഖിഖീൻ ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെയുള്ള മഹാന്മാരായ ആലിമീങ്ങൾ ഇവരെക്കുറിച്ച് മുബ്തദികളാകുന്നു എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ അവർ തെറ്റാണ്, അവരുടെ പ്രസ്ഥാനം തെറ്റാകുന്നു എന്ന് വ്യക്തമായി നമുക്ക് ഈ മഹാന്മാരായ ആലിമീങ്ങൾ ബോധ്യപ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്താ അവരെക്കുറിച്ചാണ് തീരുമാനമെടുത്താൽ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഒരു കക്ഷിയെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച് മുബ്തദി എന്ന് തീരുമാനം പറയുമ്പോൾ പലതവണ ആലോചിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. നമ്മളതിന് മുതിരാതിരിക്കലാണ് നല്ലത്. നമ്മുടെ ആലിമീങ്ങൾ അങ്ങനെ ചെയ്താൽ നമുക്കത് അംഗീകരിക്കാം, അല്ലെങ്കിൽ നമ്മളായിക്കൊണ്ട് ആ രീതി സ്വീകരിക്കാതിരിക്കലാണ് നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ സമസ്ത പറഞ്ഞെടുത്ത് നിൽക്കുന്നത് അവർ പിഴച്ച കക്ഷിയാണ്. അതുകൊണ്ട് ഫാസിഖിന്റെ ഹുക്കം ഏറ്റവും ചുരുങ്ങിയത് നിസ്കാരം തുടരുമ്പോ വരും. അതിന്റെ മറുപടി നമ്മൾ പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് മുബ്തദിയോടുള്ള പോലും നിസ്കാരത്തിന് മസല എന്താ സഹീഹാവൂല എന്നല്ലല്ലോ. സിഹത്തും ബാധിക്കൂല, രണ്ടും തന്നെയാണ്. ഇല്ല, ഖുദ്വത്ത് സഹീഹാവൂല നമ്മൾ പറഞ്ഞിട്ടില്ല. അതെ, അതിന് തന്നെ നമ്മൾ മറുപടി പറഞ്ഞത്. ഈ നിലക്കാണെങ്കിൽ അവരെക്കുറിച്ച് ഇങ്ങനെ പറയണ്ടേ എന്ന് നമുക്ക് തോന്നുന്നു. പക്ഷെ നമ്മെക്കാൾ എത്രയോ വിവരമുള്ള ആലിമീങ്ങൾ, ആ ആലിമീങ്ങൾ നിന്നിടത്ത് നിൽക്കലാണല്ലോ നമ്മുടെ രീതി. ജമാഅത്തിന്റെ കൂലി കിട്ടൂല, കറാഹത്താണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനർത്ഥം എന്താ? നിങ്ങളെല്ലാവരും അവരുടെ ജമാഅത്തിൽ കൂടിക്കോളും എന്നല്ലല്ലോ. ഒരു നൂർശക്കാരനാണ് ഇമാമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ തുടരൂല. പക്ഷെ മസ്സല് പറയുമ്പോൾ എന്തു പറയും? മസ്സല് പറയുമ്പോൾ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. അതിനർത്ഥം ആളുകളെ നിങ്ങളൊക്കെ കൂടിക്കോളും എന്നല്ല. നമ്മളും പോയി കൂടൂല. കാരണം നമ്മൾ നിസ്കരിക്കണതും നമ്മൾ ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കണമൊക്കെ എന്തിനാ? പടച്ചോണ്ടെന്ന് കൂലിട്ടാനാ. അപ്പൊ കൂലിട്ടായല്ലേ ഉള്ളൂ. എന്നാൽ നിസ്കാരം സഹിയാവുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ജമാഅത്തിൽ കൂടുമല്ലോ, നമ്മൾ ആൾക്കാരോട് കൂടിക്കോളാനും പറയാൻ പറ്റൂല. പക്ഷേ നമ്മുടെ വാക്കിലും നമ്മുടെ നിലപാടുകളിലും കൃത്യത വേണമല്ലോ. എന്തെങ്കിലും ചാടിക്കയറി പറയാൻ പറ്റൂലല്ലോ. ഇത് മതപരമായ നിയമല്ലേ? ഒരാളെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് ഇങ്ങനെ തീരുമാനമെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഗൗരവമുള്ള സംഗതിയാണ്. അതുകൊണ്ട് ഇതിൽ നമ്മുടെ ആലിമീങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നു, ആലിമീങ്ങൾ പറഞ്ഞെടുത്ത് നമ്മൾ നിൽക്കുന്നു. സമയം വളരെ വൈകി. ഇത് ഒരു അഭിപ്രായമാണ്. ഇപ്പോ ആദ്യം നടന്ന ക്ലാസ് തബ്ലീഗ് ജമാഅത്തിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ദാവകൾ സുബൂത്താക്കുന്ന ദലീലുകളെ കൊണ്ട് സുബൂത്താക്കുക, അത് എന്റെ ഒരു അഭാവം ഉണ്ടായി. അപ്പോ അതുകൂടി ഉണ്ടെങ്കിൽ മനസ്സിലേക്ക് റാഹത്താകുമായിരുന്നു. അതെ, വളരെ നല്ല ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. തബ്ലീഗ് ജമാഅത്തിന്റെ ക്ലാസ്സിനെ കുറിച്ച് വിഷയം നിങ്ങൾ പറഞ്ഞപ്പോൾ തബ്ലീഗ് ജമാഅത്തുകാർ ഇങ്ങനെ പറയുന്നുണ്ട് അറിഞ്ഞിപ്പോയിക്കാം. അത് നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാളും മുമ്പ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഈ സദസ്സിൽ നിന്ന് അങ്ങനെ അഭിപ്രായം വരാൻ പാടില്ലായിരുന്നു. കാരണം ഇതൊരു സാധാരണക്കാർക്ക് മൗലിദിന്റെ അദിലത്തുകൾ പറഞ്ഞു കൊടുക്കുന്ന സദസ്സല്ലല്ലോ. ഈ സദസ് ഇത് സാധാരണക്കാർക്ക് തവസ്സുലിനെ കുറിച്ചും വിശ്വാസത്തെ കുറിച്ചും പറഞ്ഞു കൊടുക്കുന്ന സദസ്സല്ലല്ലോ. ഇവിടെ തബ്ലീഗ് ജമാഅത്ത് എന്ന കക്ഷി മുബ്തദി മറ്റു മുജാഹിദിൽ നിന്ന് വ്യത്യസ്തമാകുന്ന പോയിന്റ് എന്താ? തബ്ലീഗുകാർക്ക് പ്രത്യക്ഷത്തിൽ കുഴപ്പങ്ങളൊന്നും കാണാനില്ല. മുജാഹിദുകൾക്ക് നമുക്ക് കുഴപ്പങ്ങൾ കാണാനുണ്ട്. കാരണം നമ്മൾ തൗഹീദിന്റെ ആളുകളെല്ലാം അവർ പറയുന്നു. തബ്ലീഗുകാരെ നമ്മളെ കുറിച്ച് അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ എന്താണ് തബ്ലീഗിനുള്ള പ്രശ്നം? ഇതാണ് ഈ ക്ലാസിന്റെ മർമ്മം. ഈ ക്ലാസിന്റെ മർമ്മം തബ്ലീഗ് ജമാഅത്തിന് എന്ത് പ്രശ്നം എന്നുള്ളതാ. അതല്ലാതെ
നമ്മുടെ അഖീദകളെ ഇസ്ബാത്ത് ചെയ്യലല്ലോ തബ്ലീഗ് ജമാഅത്ത് എന്ന ഈ ക്ലാസിന്റെ ലക്ഷ്യം, പ്രത്യേകിച്ച് ഈ ശ്രോതാക്കൾ കൂടെ ഈ മജ്ലിസിന്റെയും. അതുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്തിന്റെ പ്രശ്നം എന്താണ്, മൗലിദ് പാടില്ല എന്ന് പറയൽ പ്രശ്നമാകുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. മൗലിദ് സുന്നത്താണ് എന്നതിന്റെ തെളിവുകൾ നമ്മൾ ഓരോരുത്തർക്കും അറിഞ്ഞിരിക്കണം. പിന്നെ തബ്ലീഗ് ജമാഅത്തിന് എന്താ പ്രശ്നം? മൗലിദ് പാടില്ല എന്ന് പറഞ്ഞത് പ്രശ്നമാണ്, ആ പ്രശ്നം തബ്ലീഗുകാർ പറയുന്നുണ്ട്. ഇന്നാലിന്റെ കാര്യം പ്രശ്നമാണ്, ആ പ്രശ്നം തബ്ലീഗുകാർ പറയുന്നുണ്ട്. ഇന്നാലിന്റെ പ്രശ്നമാണ്, ആ പ്രശ്നം തബ്ലീഗുകാർ പറയുന്നുണ്ട്. ഇതാണ് തബ്ലീഗ് ജമാഅത്തിന്റെ പ്രത്യേകിച്ച് ഈ സദസ്സിലെടുക്കുന്ന ക്ലാസ് ആ രൂപത്തിലായിരിക്കണം എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ അവതരിപ്പിച്ചത്. അത് ലാസ്റ്റ് ചോദ്യമാണ്. ഇരുപത്തൊന്ന് വർഷം സമസ്ത നൂരിഷ തരീഖത്തിന് അംഗീകരിച്ചു. പിന്നീട് ഇപ്പം അതിനെ എതിർത്തു. അതിന് കാരണം സമസ്ത അംഗീകരിച്ചിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഉസ്താദ് പറഞ്ഞു സമസ്ത ഒരു തരീഖത്തിന് അംഗീകരിക്കാറില്ല. സമസ്ത എന്ന സംഘടന ഇന്ന തരീഖത്ത് ശരിയാണ് എന്നൊരു പ്രസ്താവനയോ മറ്റോ പറയാറില്ല. ഇന്ന ഷെയ്ഖിന്റെ മുരീദുമാരും അയാൾ കൊടുക്കുന്ന തരീഖത്തും അത് അംഗീകൃതമാണെന്നൊരു സമസ്ത ചെയ്യാറില്ല. പിന്നെ എങ്ങനെ അംഗീകരിച്ചു എന്ന് പറയാം? സമസ്ത അതിന്റെ ഔദ്യോഗികമായ നിലപാടിൽ നൂരിഷ തരീഖത്ത് ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല, തെറ്റാന്നും പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് സമസ്തയുടെ ആലിമീങ്ങൾ നൂരിഷ തങ്ങൾ ഇവിടെ കൊണ്ടുവന്ന ആ ദിക്റും അമലുകളും അത് നടത്തിക്കോട്ടെ, അതിനെ നമ്മൾ എതിർക്കാൻ പോകുന്നില്ല. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അത് സമസ്തയല്ല, സമസ്തയുടെ വ്യക്തികളാണ്. അത് അയാളൊരു പ്രമുഖ വ്യക്തിയാണെന്നുള്ള ആൾക്കാണ്. സമസ്ത എടുത്തിട്ടില്ല. സമസ്ത ജാമിഅ നൂരിയന്റെ സമ്മേളനത്തിൽ വന്നതുകൊണ്ട് സമസ്ത എന്ന സംഘടന ചെയ്തിട്ടില്ല. ഇല്ലല്ല, അത് സമസ്തയല്ല. ആര്? സമസ്ത. എവിടെ ബോർഡ്? അല്ല, നമ്മൾ പറയണതേ അതെ, മനസ്സിലായി. നിങ്ങൾ പറഞ്ഞ ഉസ്താദ് പറഞ്ഞ മനസ്സിലായി. കൊളപ്പുറം. അതായത് അത് നല്ലൊരു അനുഭവമുള്ള ഉസ്താദ്മാരായി പറയുന്നത്, നമ്മളൊന്നും അനുഭവസ്ഥരല്ലല്ലോ. അപ്പൊ നൂറുൽ മശായിഖ് എന്ന് ജാമിഅ നൂരിയയുടെ സമ്മേളനത്തിന്റെ ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന നൂരിഷ തരീഖത്തെ ഹക്കാണെന്ന് പറഞ്ഞിട്ട് സംഘടനാപരമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല. പറയട്ടെ,
അതേസമയത്ത് സമ്മേളനത്തിന്റെ പോസ്റ്ററിൽ അങ്ങനെ നൂറുൽ മശായിഖ് എന്ന് വന്നിട്ട് ഉണ്ടായിരിക്കാം. ആ കാലയളവിൽ നൂരിഷാ തങ്ങളിൽ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഉസ്താദുമാർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. മാനുസ്താദ് എഴുതി 72-ൽ 70 ആളുകൾ ഹൈദരാബാദിലേക്ക് ചില്ലയ്ക്ക് ഇരിക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നപ്പോഴാണ് ഇയാളുടെ അപകടങ്ങൾ വെളിപ്പെടാൻ തുടങ്ങിയത്. അതിനു മുമ്പ് എങ്ങനെ ഉസ്താദുമാർക്ക് അറിയില്ലല്ലോ, അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പൊ അപകടങ്ങൾ വെളിപ്പെടാൻ തുടങ്ങിയത് 72 മുതൽക്കാണ്. അപ്പോഴാണ് അതിനെ സംബന്ധിച്ച് വിശദമായി പരിശോധിച്ചത്. അപ്പോഴാണ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത്. ബഹുമാനമുള്ള ഉസ്താദുമാരെ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ക്യാമ്പുമായി നാട്ടുകാർ സഹകരിച്ചിട്ടുണ്ട്, കമ്മിറ്റിക്കാർ സഹകരിച്ചിട്ടുണ്ട്. നമുക്ക് ഉച്ചക്കുള്ള ഭക്ഷണം മലാബീസ് കബീർ സാഹിബ് എന്ന വ്യക്തിയാണ് നമുക്കുള്ള ഉച്ചഭക്ഷണം അദ്ദേഹത്തിന്റെ വകയാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇടയ്ക്ക് ചായ തന്നത് ഇവിടെ SKSFന്റെ ഒരു പ്രവർത്തകനും കമ്മിറ്റിക്കാരൊക്കെ കൂടിയിട്ടാണ്. ഇതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട